ഞാൻ അങ്ങനെ ഉള്ളതുകൊണ്ട് എൻ്റെ മെമ്മറിയിൽ ഇതൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പൊ ഈ സിനിമ അതാണ് പറയുന്നത്. ആ കഥയെ അടിസ്ഥാനപ്പെടുത്തി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വളരെ എല്ലാവർക്കും കിട്ടുന്ന ഒരു കൊട്ടാണ് ഈ സിനിമ. പക്ഷെ അതിന്റെ നോളജ് വേണം. പ്രേക്ഷകർ 90% വരുന്നവർ ഇത് കാണാനാണ് പറഞ്ഞത്. അവരിതിനെക്കുറിച്ച് ചിന്തിക്കാനാണ് പറഞ്ഞത്. അവർക്ക് പടം 3.25 മണിക്കൂർ ഗുമ്മെന്ന് പോകണം. അങ്ങനെ ഒരു ഗുമ്മിങ് ഈ പടത്തിലില്ല. പക്ഷെ പടത്തിന്റെ ബേസിക് സ്റ്റോറി ഇറ്റ്സ് എ വെരി ഹെവി. അതാണ് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതുകൊണ്ടാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. അപ്പോൾ അത് പിന്നെ പ്രൈവറ്റ് എടുക്കുകയും പ്രൈവറ്റ് ലക്ഷക്കണക്കിന് ബാരല് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയുടെ വ്യവസായിമാരെ വേണമെങ്കിൽ അത് കൊടുക്കുമ്പോൾ ഇൻസൈഡിൽ വരുന്ന കാര്യങ്ങൾ അന്ന് ഞാൻ ഈ ബ്ലോഗിൽ കൂടെ പറയുന്നില്ല. നിങ്ങൾ സിനിമ തിയേറ്ററിൽ പോയി കാണും. ഒന്ന് അത് കാരണം കഥ പൊളിച്ച് പറയണില്ല. പക്ഷേ നമ്മുടെ മാർക്കറ്റിൽ എന്താണ് നടക്കണം എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ച് പ്രേക്ഷകർ പോകണമെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ ബ്ലോഗ് കേട്ടിട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പിന്നെ അതിനകത്ത് നടക്കുന്ന കളിയാണ് പടം. പക്ഷെ ആ കളി പടം അങ്ങനെ ആ കഥ പറഞ്ഞ് പടം കൊണ്ടുപോകുമ്പോൾ പടം പ്രേക്ഷകർക്ക് ത്രില്ലിംഗ് ഉണ്ടോ എന്ന് കേട്ടാൽ ഹെവി ത്രില്ലിംഗ് രീതിയിൽ പടം പോയില്ല. പടം കുറച്ചുകൂടെ ത്രില്ലായ രീതിയിലും ഹെവി എന്റർടൈൻമെന്റ്, കുറച്ചുകൂടെ ഒരു എഫോർട്ട് കൊടുത്തിട്ട് കുറച്ചുകൂടെ ഒരു സ്ക്രിപ്റ്റിലൊക്കെ ഒരു സസ്പെൻസ് ഇട്ട് ലെവൽ ചെയ്ത് കൊണ്ടുപോയിരുന്നെങ്കിൽ പടം ചിലപ്പോൾ ഒരു 1000 കോടി ക്ലബിൽ പോയി പെട്ടേനെ. പടം താഴോട്ട് ഇറങ്ങുന്നതുകൊണ്ട് സീൻ സീക്വൻസി നമുക്ക് ഇങ്ങനെ ഇത് വരില്ല. പിന്നെ കഥയ്ക്ക് ഒരു മുടുക്കവും ടൈറ്റും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഫീൽ വരില്ല. അങ്ങനെ ഒരു ഫീൽ വരാത്തതുകൊണ്ട് ഈ പടത്തിന്റെ ത്രെഡ്, ആ തുടക്കം പറഞ്ഞ ത്രെഡ് അങ്ങ് നഷ്ടപ്പെട്ടു പോകണം. പടം പിന്നെ ഒരു ഇമോഷണൽ പോലെ പോവുകയാണ്. ഇമോഷനിലോട്ട് പോകണമുണ്ട് എല്ലാവരും ആ ഇമോഷണലായി ഇതിലോട്ട് പോകും. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് നടക്കണേ എന്നുള്ളത് നമ്മുടെ ഡയറക്ടർക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റാതെ പോയി ഈ പടത്തിൽ. അത് കഥയിൽ എന്താണോ ഡയറക്ടർ തുടക്കം ഉദ്ദേശിച്ചത് അത് എൻഡിൽ കൊടുക്കാൻ കഴിഞ്ഞില്ല. പടത്തിന്റെ കഥയുടെ മുമ്പോട്ട് പോകുമ്പോൾ ചെയ്യാനും പറ്റില്ല. ഇതാണ് പടത്തിന് പറ്റിയിട്ടുള്ള ഒരു ഡ്രോബാക്കും എന്നാൽ പോസിറ്റീവ് വെരി ബെറ്റർ, വെരി ബ്രില്യൻ സ്റ്റോറി. അത് ആ സ്റ്റോറി പറയാൻ തന്നെ ധൈര്യം വേണം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം നിങ്ങൾക്ക് പിടികിട്ടില്ല. ആ സാധനം വെച്ചിട്ട് ഇത് പറയാനുള്ള ധൈര്യം വേണ്ടേ? പുതിയ സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ആ ധൈര്യത്തിന് ബിഗ് സല്യൂട്ട് കൊടുത്തേ പറ്റൂ. അത് ധനുഷ് എന്ന് പറയുന്ന നടൻ കമലഹാസൻ കഴിഞ്ഞ ഏറ്റവും മികച്ച നടൻ തന്നെയാണ് തമിഴില്. കമലഹാസൻ കഴിഞ്ഞ ഏറ്റവും ബ്രില്യൻ നടനാണ്, ഐഡിയ ഉള്ളവനാണ്. ഒരിക്കലും ഒരു സിനിമ ചെയ്തിട്ട് അതേപോലെ അടുത്ത പടം ചെയ്യൂല, ഡിഫറെന്റ് ക്യാരക്ടർ എടുക്കണേണ്. ആ രീതിയിലൊക്കെ എല്ലാം ബെറ്റർ ആയപ്പോൾ കഥ പറഞ്ഞ് പ്രേക്ഷകർക്ക് യഥാർത്ഥത്തിൽ എന്തെന്ന് മനസ്സിലാക്കാൻ എത്തിച്ചില്ല എന്ന് പറയുന്നത് ഈ പടത്തിൻ്റെ ഒരു പരാജയം. അതുകൊണ്ടാണ് ഈ പടം വലിയ ക്ലബിലൊന്നും പോകാനുള്ള സാധ്യത ഞാൻ കാണില്ല. സാമ്പത്തിക വിജയം നേടണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പടത്തിലെ പെർഫോമൻസ് ബേസ് വരികയാണെങ്കിൽ എല്ലാവരും നല്ല പെർഫോമൻസ് ആണ്. ആരും പെർഫോമൻസ് നെഗറ്റീവ് പറയാനില്ല. നമ്മളെ എല്ലാവരും ഒന്നിനൊന്നിനും മികച്ച നിപ്പുണ്ട്. പിന്നെ നമ്മുടെ നായികയ്ക്ക് വളരെ കുറച്ച്